നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നേരം വൈകുന്നേരം മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. അപ്പോൾ കുറേ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് 1 മണിക്കൂർ വാർത്തകളുടെ ലോകത്തുകൂടി സഞ്ചരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഓണം എന്ന ആഘോഷം, ഓണം മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ദേശീയോത്സവമാണ്. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ഒരുമിച്ച് പോകുന്നതിൻ്റെ സന്ദേശമാണ് ഉള്ളത്. ഓണം സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മലയാളികൾ ഒന്നായി ആഘോഷിക്കുന്ന ഓണത്തെക്കുറിച്ച് ഇന്ന് ഒരു അധ്യാപിക നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. അധ്യാപിക രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച സന്ദേശമാണ് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഓണം ഒരു വിഭാഗത്തിന്റെ ആഘോഷമാണ് എന്നും അതിൽ പങ്കെടുക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഈ അധ്യാപിക മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വേഷവിധാനങ്ങളോ പിന്തുടരുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഒരു സന്ദേശം ഒരു സ്കൂളിന്റെ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. അത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നത് തന്നെ നമുക്ക് അതിശയമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ. അത് വലിയ വിവാദമായി മാറുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതിൽ പല നടപടികൾ ഉണ്ടാകുന്നു, അതിനെതിരെ പരാതി വരുന്നു. അങ്ങനെ നമ്മുടെ ആഘോഷത്തിൽ വിഷം കലർത്താൻ ഒരു ശ്രമം നടന്നതിൻ്റെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൃശ്ശൂർ പെരുമ്പിലാവ് കല്ലുപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയാണ് ഈ വിഷം ചീറ്റുന്ന സന്ദേശം രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പകർന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്നാണ് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ സന്ദേശമിട്ടത്. ഓണവും ബന്ധപ്പെട്ട ആചാരങ്ങളും ഹിന്ദുക്കളുടേതായതിനാൽ അതിനെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നതായിരുന്നു സന്ദേശം. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോ വേഷവിധാനങ്ങളോ പാടില്ല എന്നൊരു നിർദ്ദേശവും ഈ അധ്യാപിക നൽകുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം ഒന്ന് കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതോടുകൂടി തന്നെ അത് വലിയ വിവാദമായി മാറുന്നു. ഈ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ് അധ്യാപികയുടെ ഈ ഇടപെടൽ എന്ന പരാമർശങ്ങളും വിമർശനങ്ങളും ഇതിനെതിരെ ഉയരുന്നു. അങ്ങനെ ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വം ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രംഗത്ത് വരികയാണ്. ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ ഇതിനെതിരെ പരാതി നൽകുന്നു പോലീസിൽ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വകുപ്പ് BNS-ലെ ഈ വിദ്വേഷ പ്രചാരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. BNS 192 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് അധ്യാപികയ്ക്കെതിരെ വന്നിരിക്കുന്നത്. സ്കൂളിന്റെ മാനേജ്മെന്റ് മാറിയതോടെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണത്തിനും വിഭജിക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള ചില ഇടപെടലുകൾ നടക്കുന്നതായി നേരത്തെ തന്നെ പരാതികൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഡിവൈഎഫ്ഐ നേതാവായ ഹസൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പരാതി നൽകിയത്. ആ സ്കൂള് ഇക്കൊല്ലം പുതിയ ഒരു മാനേജ്മെന്റ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിവില്ല. എന്നിരുന്നാലും പറയാണ്, ഇപ്പൊ കിട്ടിയ അറിവ് പ്രകാരം കുറച്ച് രക്ഷിതാക്കളെ എന്നെ വിളിച്ചിരുന്നു. ഈ സ്കൂൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ സ്കൂൾ ആരംഭിച്ച കാലഘട്ടം മുതൽ ഒരു മതപരമായിട്ടുള്ള ഒരു ആചാരം പോലെയാണ് ഇപ്പോൾ ആ സ്കൂളിലെ വിദ്യാഭ്യാസം പോകുന്നത് എന്നുള്ള ചെറിയൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത്രയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൂടാത്ത അങ്ങേയറ്റം വിദ്വേഷപരമായ ഒരു സമീപനം അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിയമപരമായി തന്നെ നീങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ സ്കൂൾ മാനേജ്മെന്റിന് പറയാനുള്ള ന്യായം എന്താണ് എന്നതുകൂടി നമ്മൾ കേൾക്കണമല്ലോ. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇത് ഈ അധ്യാപികയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നതാണ്. മാനേജ്മെന്റിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷേ എത്രമാത്രം അത് വിശ്വസിക്കാമെന്നറിയില്ല. കാരണം ഒരു സ്കൂൾ മാനേജ്മെന്റിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു അധ്യാപിക ഇത്തരം ഒരു നിർദ്ദേശം സ്കൂൾ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമോ? അപ്പോൾ അതറിയില്ല. എന്തായാലും മാനേജ്മെന്റ് ഈ സംഭവം വിവാദമായതിനു ശേഷം നടത്തുന്ന പ്രതികരണം ഇതാണ്. ആ പ്രതികരണം കേൾക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. വോയിസ് കേട്ടാൽ മനസ്സിലാവും. ഈ മാനേജ്മെന്റ് വർഷം ഓണം സെലിബ്രേഷൻ കുറച്ച് സാമ്പത്തിക ഞങ്ങൾ ഈ വർഷം പുതിയ മാനേജ്മെന്റ് മാറിയതാണ്. അപ്പൊ സാമ്പത്തിക പ്രയാസം കാരണം മിനിമൽ സെലിബ്രേഷൻ ഓരോ കുട്ടികളിലേക്കൊന്നും ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്ത് ഭക്ഷണം അതുപോലെ പൂക്കള മത്സരം ഇതൊക്കെ ആയിട്ട് ഒരു മിനിമൽ സെലിബ്രേഷൻ എന്നുള്ള രൂപത്തിലാണ് എന്നാണ് അത് പറയുന്നത്. മാനേജ്മെന്റ് തീരുമാനം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ വ്യക്തിപരമാണെന്നുള്ളതും ലാസ്റ്റ് പറയുന്നുണ്ട്. വോയിസ് പൂർണ്ണമായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തിപരമാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ വ്യാപക പ്രതിഷേധവുമാണ് ഈ അധ്യാപികയുടെ നടപടിയിൽ ഉണ്ടാകുന്നത്. CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അടിയന്തര തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരമാർഗവുമായി മുന്നോട്ട് പോകും എന്ന ഒരു കാര്യം കൂടി ഈ യുവജന സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നു. ഇത് നമ്മൾ കാണുന്നത് ഈ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായ വിഷയത്തിൽ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമര പരിപാടികളിലേക്ക് നീങ്ങും എന്നതുകൂടി യുവജന സംഘടനകൾ സൂചിപ്പിക്കുന്നത്. വർഗീയതയെ പറഞ്ഞു പഠിപ്പിച്ച് മുന്നേറുന്നൊരു സ്കൂള് നമ്മുടെ നാട്ടിലൊരു സ്കൂള് അക്ഷരനുണയം നാവുകളെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണം അധ്യാപികയ്ക്കെതിരെ എന്ന ഒരു കാര്യമാണ് ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ വർഗീയ വിഷം ചീന്തുന്ന നടപടികൾ അനുവദിക്കില്ല എന്നതാണ് പറയുന്നത്. യാതൊരു തരത്തിലും വിഭജനത്തിനുള്ള ഇടമായി സ്കൂളുകൾ മാറ്റാൻ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത്. അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഓണമെന്നോ ക്രിസ്തുമസെന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല. അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക. ഈ സംഭവം സർക്കാർ ഗൗരവമായി കാണുകയാണ്. അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിലെ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളെയും ജാതികളെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഇടങ്ങളായി മാറണം. കുട്ടികളുടെ ആവശ്യപ്രകാരം ഓണം, ക്രിസ്മസ്, പെരുന്നാൾ ആഘോഷങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ ധരിക്കുവാൻ അനുവാദം നൽകിയ സർക്കാരാണിത്.
ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും അനുവദിക്കില്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. ഓണം എന്ന ആഘോഷത്തിന്റെ തന്നെ ലക്ഷ്യം, ഓരോ ആഘോഷങ്ങൾക്കും പിന്നിലുള്ള ലക്ഷ്യം എല്ലാവരും ഒരുമിക്കുക, ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുക, അങ്ങനെ സമഭാവനയുടെ സന്ദേശങ്ങളാണ് ഓരോ ആഘോഷങ്ങളും നൽകുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു വേർതിരിവിനുള്ള ശ്രമം നടക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, അധ്യാപകർ എന്ന വിഭാഗം, അധ്യാപകരുടെ കുട്ടികളുടെയൊക്കെ ജീവിതത്തിലുള്ള റോൾ എത്രമാത്രം വലുതാണ് എന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നതാണ് നമ്മൾ കൊച്ചിലെ മുതൽ പറഞ്ഞ് കേൾക്കുന്ന ആപ്തവാക്യം തന്നെ. ഒരു ടീച്ചർ വിചാരിച്ചാൽ എല്ലാം മാറ്റിമറിക്കാൻ കഴിയും എന്നതാണ് സാഹചര്യം. ഒരു ടീച്ചർ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു നന്മ എന്ന് പറയുന്നത് ഒരു കാലത്തും മാഞ്ഞു പോകില്ല. അത് അവരുടെ ജീവിത അവസാനം വരെ തുടരാൻ ഇട നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിദ്യാർത്ഥിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് അധ്യാപകർ. നമുക്കറിയാമില്ലേ, നമ്മൾ ഓരോ ടീച്ചേഴ്സിനെയും, നമ്മളെ പഠിപ്പിച്ചവരെ, അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ നമ്മൾ മരിക്കും വരെ ഓർത്തിരിക്കും. ഒരു പക്ഷേ അവരുടെ സ്വഭാവവും ജീവിതവും ഒക്കെ രൂപപ്പെടുത്തുന്നതും അധ്യാപകരാണ്. അത്രയധികം റോൾ ചെയ്യാൻ കഴിയുന്ന അധ്യാപകരാണ് ഈ രീതിയിൽ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലരെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത്. അവിടെ ശക്തമായ ഇടപെടലുകളും നടപടികളും തിരുത്തുമാണ് ആവശ്യം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം തന്നെ സൂചിപ്പിക്കുന്നു. ആ നടപടി അനിവാര്യമാണ്. അത്തരം സ്കൂളുകൾക്കെതിരെ പോലും, അത്തരം ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ പോലും നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. ആ തിരുത്ത് വളരെ വേഗത്തിൽ തന്നെ വേണം. അത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശവും ആകണം. ആ വിരൽ ആർക്കു നേരെ എന്നതാണ് നമ്മുടെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വി.ഡി. സതീശനും നേർക്കുനേർ വരുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യം എന്ന ഒരു പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പര മറ്റാർക്ക് നേരെയും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ എന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ രാജി അനിവാര്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുക കൂടി മുഖ്യമന്ത്രി ചെയ്തു. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തം ഉള്ള ഒരു സ്ഥാനമാണ്. അവിടെ ഇരുന്ന് ഇത്തരം സമീപനം ശരിയല്ല എന്നൊരു സന്ദേശം നൽകുമ്പോൾ അവിടെയാണ് വി.ഡി. സതീശൻ ആ ഉപദേശം വേണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയും വി.ഡി. സതീശനും നേർക്കുനേർ വരുന്നത് ഇന്ന് നമ്മൾ കണ്ടു. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നത് വിശദമായി പരിശോധിച്ചാൽ ഗൗരവമേറിയ വിഷയമായി എല്ലാവരും കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഈ ആരോപണങ്ങൾ എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ മാധ്യമങ്ങളും ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ, ആ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ ഒരു രാഹുൽ ഒഴിവാകണം എന്ന ഒരു പൊതുനില സമൂഹത്തിൽ രൂപപ്പെട്ടു എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒന്നിലധികം സംഭവങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാകുന്നു. റിപ്പോർട്ട് വരുന്നു, ഗർഭം അലസിപ്പിച്ചില്ല എങ്കിൽ യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ പോലും രൂപപ്പെട്ടു. അതിന്റെ ശബ്ദം പോലും നമ്മൾ കേൾക്കുകയാണ്. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് ഇത് എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പൊതുപ്രവർത്തകർക്ക് ലഭിക്കുന്ന ഒരു പൊതു അംഗീകാരം സമൂഹത്തിലുണ്ട്. അതിന് ഭംഗം വരുന്ന ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത്രത്തോളം പോയ ഒരു അനുഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അത് സമൂഹം ശ്രദ്ധിക്കും എന്ന ഒരു ബോധം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. അപ്പോൾ അതിനു പോലും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ഉയർന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മാന്യതയും ധാർമ്മികതയും ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതെല്ലാം നഷ്ടപ്പെടുന്ന മനോവ്യഥ കോൺഗ്രസിൽ പലരും പ്രകടിപ്പിച്ചു. തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് ചില നേതാക്കൾ ശ്രമിച്ചു. അതിനുശേഷവും സംരക്ഷിക്കുന്ന നില പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ
ഈ നേരത്തെ തന്നെ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന രാഹുൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാകുന്നത് പോലും അത്തരം സംരക്ഷണം ലഭിച്ചതുകൊണ്ടാണ് എന്നത് വ്യക്തമായ കാര്യമാണ്. കാരണം ഈ ആരോപണം ഉന്നയിച്ച റിനി മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞതാണ്. 3 വർഷം മുൻപ് ഈ പരാതി ഉന്നയിച്ചിരുന്നു. അതിനുശേഷവും സ്ഥാനമാനങ്ങൾ നൽകി, അംഗീകാരങ്ങൾ നൽകി നേതൃത്വം രാഹുലിനെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്നത് പരാതിക്കാരി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംരക്ഷണം ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് ശേഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ വന്ന് അതിനുശേഷം നടപടികൾ എടുത്തു എന്ന് പറയുമ്പോൾ പോലും ന്യായീകരണവുമായി രംഗത്ത് വരുന്നത് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതിനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു, സംരക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ട എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഈ രീതിയിലൊക്കെ ആരോപണം ഉയർന്നവരെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് എന്ന വലിയ കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയും ഈ രീതിയിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ചിട്ടില്ല എന്ന കാര്യം പറയുന്നു. നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ തിരിച്ചടിച്ചത്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല, അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണുണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി. അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ്, ആരോപണം ഉന്നയിച്ച, പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട ആൾ, അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ്, ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, എല്ലാവരുടെയും പേര് നാട്ടിലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരുടെയും പേര് പറയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ
MLA-മാരായിട്ടുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഒരു വിരൽ തനിക്കെതിരെ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന കാര്യം ഓർക്കണം എന്ന് വി ഡി സതീശൻ പറയുന്നു. ഇക്കാര്യത്തിൽ ഉപദേശം വേണ്ട. മാത്രവുമല്ല, മറ്റ് പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് DGP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരാതിക്കാർക്ക് മുന്നോട്ട് വരുന്നതിന് ഒരു ഭയവും വേണ്ട എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ MLA ഉയർത്തിയ ഫോൺ സംഭാഷണത്തിലെ ഭീഷണിപ്പെടുത്തലിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പരാതിക്കാരെ സംബന്ധിച്ച് യാതൊരു ഭയവും വേണ്ട, അവർക്ക് ധൈര്യമായി മുന്നോട്ട് വരാം, അവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DGP കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. അത് സ്ത്രീകളെ ശല്യപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി കൂടി മാറുകയാണ്. അവിടെയാണ് വി ഡി സതീശൻ പറയുന്നത് ഇത് രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം കൂടി, ബോധപൂർവമായ ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് യാതൊരു നിക്കക്കള്ളിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അവർ ശക്തമായ നടപടികൾ എടുക്കാൻ നിർബന്ധിതരായത്. അത് ഒരു മാതൃകാപരമായ നടപടിയാണ് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതൊരു സന്ദേശമാണ്. അത് എല്ലാ വിധത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ള ഒരു സന്ദേശം. ഇതുപോലെയുള്ള അസാൻമാർഗികമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായി മാറണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ പിന്നീട് സംരക്ഷണം കൊണ്ടുവരിക, ഏറെ നാളായി പൂഴ്ത്തിവെച്ചിരുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യാനൊക്കെയുള്ള ശ്രമം, അതിൻ്റെ ഈ നടപടിയെടുത്തതിൻ്റെ പോലും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. എന്തായാലും ആ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളിലേക്കും വിഴുപ്പലക്കലുകളിലേക്കുമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോകുന്നത്. അത് മാതൃകാപരമായി നടപടിയെടുത്തു എന്ന് അവകാശപ്പെടുന്നവരുടെ ആ നടപടിയെ പോലും ലഘൂകരിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതുമാണ് എന്നൊരു ബോധം കൂടി അവർക്കുണ്ടായാൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ BJPക്കെതിരെയും ലൈംഗികാരോപണ പരാതി വരികയാണ്. അത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെയാണ് അത്തരമൊരു പരാതി നൽകുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാലക്കാട് നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് C കൃഷ്ണകുമാറാണ്. ആ കൃഷ്ണകുമാറിനെതിരെ തന്നെ BJPയിൽ ഒരു പരാതി ഉണ്ടായിരിക്കുന്നു. BJPക്ക് അത് ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇമെയിലിലേക്ക് പാലക്കാട് സ്വദേശിയായ സ്ത്രീയുടെ പരാതി ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിൽ നിന്ന് തിരിച്ചു നൽകിയ പരാതിയുടെ കോപ്പി ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഈ ലൈംഗിക പീഡന പരാതി തന്നെയാണ് യുവതി ഇതുമായി ബന്ധപ്പെട്ട് C കൃഷ്ണകുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഇവർ നൽകിയ BJP ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബംഗളൂരുവിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഇടപെടും എന്ന് ഒരു കാര്യം മറുപടിയായി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് C കൃഷ്ണകുമാറിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വെല്ലുവിളിയുമായി എത്തിയതാണ്. തന്റെ വീട്ടിലേക്ക് അയച്ച കാളയെ സൂക്ഷിച്ചുകൊള്ളൂ, അതിനെ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെ പ്രതിഷേധം നയിക്കേണ്ടി വരും എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. സമാനമായ നിലയിൽ ഇന്ന് C കൃഷ്ണകുമാറിനെതിരായ ഈ ആരോപണ വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്താണ് ഈ പരാതിയിൽ പറയുന്നതെന്ന് നോക്കിയാൽ, കുറച്ചു വർഷം മുൻപ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നതാണ് ഈ യുവതി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ അതിൽ പ്രതിഷേധിക്കാൻ, അതിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കാൻ C കൃഷ്ണകുമാറിന് ധാർമ്മികമായ ഒരു അവകാശവുമില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എളമക്കരയിലെ RSS സംസ്ഥാന ഓഫീസിലെത്തി നേരത്തെ ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് BJP നേതാക്കളായ V മുരളീധരനോടും MD രമേശിനോടും ഒക്കെ ഈ കാര്യങ്ങൾ താൻ പരാതിയായി അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ സ്ത്രീ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
നീതി ലഭ്യമാക്കാമെന്ന ഉറപ്പ് ഇവരിൽ നിന്നൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നത് എന്നതാണ് ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് സി കൃഷ്ണകുമാറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് നോക്കിയാൽ, ലൈംഗിക പീഡന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നതാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സി കൃഷ്ണകുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇതൊരു നനഞ്ഞ പടക്കമാണ്. നേരത്തെ ഭീഷണി മുഴക്കിയപ്പോൾ താൻ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് കരുതി. പക്ഷേ ഇതൊരു നനഞ്ഞ പടക്കമാണ്. 2015 അതിനുശേഷം പലതവണയും ഉയർന്നു വന്ന ആരോപണങ്ങളാണ് ഇപ്പോഴും വലിയ ആരോപണങ്ങളായി കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്നത് എന്നതാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. 2014 ഭാര്യ പിതാവ് എഴുതിവെച്ച വിൽപത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബ പ്രശ്നമാണ് ഇത് എന്നത് സി കൃഷ്ണകുമാർ പറയുന്നു. പരാതിക്കാരി വീട്ടിലെത്തി തന്നോടും ഭാര്യയോടും തർക്കിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് ഈ കേസുകൾ ഉണ്ടാകുന്നത് എന്ന് സി കൃഷ്ണകുമാർ പറയുന്നു. അത് സിവിൽ കേസ് ഉണ്ടായിരുന്നു, മറ്റൊന്ന് പീഡന പരാതിയായിരുന്നു. പക്ഷേ ഇതിൽ രണ്ടിലും തനിക്ക് അനുകൂലമായി കോടതി നടപടികൾ ഉണ്ടായി എന്നത് കൂടിയാണ് സി കൃഷ്ണകുമാർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. മാധ്യമങ്ങളെ കണ്ടു തന്നെ കാര്യങ്ങൾ സി കൃഷ്ണകുമാർ വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യക്ക എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. അപ്പോൾ സി കൃഷ്ണകുമാർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും കോടതി തന്നെ തള്ളിക്കളഞ്ഞ കേസാണെന്നും ഈ പരാതിയിൽ ഒരു വസ്തുതയുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് FIR ഇടാത്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കോടതി തനിക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിയമപരമായുള്ള പോരാട്ടത്തിന്റെ തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹം കാണിക്കുകയാണ് മാധ്യമങ്ങളെ. പക്ഷേ അതിനൊപ്പം തന്നെ ഇതിൽ BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരാണ് ഇതിന് പിന്നിൽ എന്ന ഒരു ആരോപണം സി കൃഷ്ണകുമാർ ഉന്നയിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അസുരവിത്താണ് ഇതിന് പിന്നിൽ എന്നതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, സി കൃഷ്ണകുമാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ആ അസുരവിത്തിനെ കൊണ്ട് കോൺഗ്രസ് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുകൂടി സി കൃഷ്ണകുമാർ പറഞ്ഞു. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും, എനിക്ക് എൻ്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിന് പറഞ്ഞത്. സന്ദീപ് വാര്യർ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നു. ഈ സിവിൽ കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണ് ഉള്ളത്. ലൈംഗിക പീഡന ആരോപണത്തിൽ ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല സി കൃഷ്ണകുമാറിനെ എന്നത് ചൂണ്ടിക്കാട്ടുന്നു. മറ്റുള്ളതൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണ് എന്നതാണ് സന്ദീപ് വാര്യർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രവുമല്ല, BJPയിലെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ നേരിൽ കണ്ട് ഈ യുവതി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി സന്ദീപ് വാര്യർ സ്ഥിരീകരിക്കുകയാണ്. മറ്റു പലർക്കും ഈ ആരോപണങ്ങൾ അറിയാമായിരുന്നു എന്ന കാര്യം കൂടിയാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടിയത്. എങ്ങനെയാണ് കോടതി കുറ്റകൃത്യമാക്കുന്നത് വീഡിയോ വെച്ച് പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയത്. എന്നാൽ കൃഷ്ണകുമാർ ഇന്ന് വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, രാജ്യത്തിന്റെ കൃഷ്ണകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. പാലക്കാട് SP ഫോർവേഡ് ചെയ്തു. അതിന്റെ അന്വേഷണം പാലക്കാട് SP ഓഫീസിൽ നടന്നു വരികയാണ്. അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. 22 ഏപ്രിൽ 2025 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെന്റ്, അതിന്റെ കോപ്പി എന്റെ കയ്യിൽ. ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇത് മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച അന്വേഷണവും നടത്തി. അപ്പൊ ഒരു അന്വേഷണവും തന്റെ പേരിലില്ല. താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഒരു ഇരയ്ക്ക്, ഒരു അതിജീവിതയ്ക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ. ഇവിടെ ഈ പറയുന്ന വിവാദം പറയുന്നത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ്, സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ. ഏപ്രിൽ മാസത്തിൽ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത്. കൃഷ്ണകുമാറിന്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല.
എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം സി കൃഷ്ണകുമാർ മുന്നോട്ട് വെക്കുമ്പോൾ അത്തരമൊരു ഗൂഢാലോചനയും ഇല്ല എന്നതാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്ന കാര്യമാണ്. അത് 2025 ഏപ്രിൽ 22-നാണ് അത്തരമൊരു അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്. SP ഓഫീസിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. മറ്റെല്ലാ കേസിലും ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ള അവകാശവാദം അത് പൊള്ളയാണ് എന്ന കാര്യം കൂടി സന്ദീപ് വാര്യർ പറയുകയാണ്. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറയാനാണ് സി കൃഷ്ണകുമാർ ശ്രമിക്കുന്നത്. പാർട്ടിക്കുള്ളിലുള്ള വിഭാഗീയത നമുക്കറിയാം, BJPക്കുള്ളിലുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെടുത്തിയൊക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്നുണ്ട്. അത് ആ രീതിയിൽ ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായി മുരളീധര പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സി കൃഷ്ണകുമാറിനെ ഒതുക്കാൻ ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്നതാണ് ഉയരുന്ന ഒരു കാര്യം, ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അത്തരം ചർച്ചകൾ കൂടി മുന്നോട്ട് പോകും. നമുക്കറിയാം വളരെ ഗൗരവമുള്ള വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അത് ഒരു വിഷയം മാത്രമല്ല, അതൊരു പൊതുവായ വിഷയമായി നമ്മൾ കാണണം. അതിനെ ഒറ്റപ്പെടുത്തണം, അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അത്തരം മനോവൈകൃതങ്ങളുമായി നടക്കുന്ന മനുഷ്യർക്ക് ഈ പൊതുമണ്ഡലത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് വരുത്തേണ്ടതുണ്ട്. അത്തരം ശക്തമായ നടപടികൾ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അവരെ സംരക്ഷിക്കുന്ന യാതൊരു നടപടികളും സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും അത്തരം ഒരു നീക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്പര ഏറ്റുമുട്ടലുകളാണ് നടക്കുന്നത്. പക്ഷേ ഒരു പരാതിക്കാരിയെ സംബന്ധിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും രംഗത്ത് വരാനും നീതിക്ക് വേണ്ടി പോരാടാനും ഒക്കെയുള്ള അവകാശവുമുണ്ട്. എന്തായാലും കാര്യങ്ങൾ എങ്ങനെ പോകും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. രണ്ട് വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അവിടെ ഇനി അന്വേഷണം ഉണ്ടാകുമോ? BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പുറമേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുകയും അതിന്റെ മുന്നിൽ BJP ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ BJP ഈ വിഷയത്തെ എങ്ങനെ നേരിടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാതൃകാപരമായ നടപടി തങ്ങൾ സ്വീകരിച്ചപ്പോൾ BJP ഈ വിഷയത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ BJP ഹാൻഡിൽ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാകും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഫോക്കസിലേക്ക് തിരിച്ചെത്താം. Madam President, end of the day it was presidents. I was very happy. അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഒരു സ്ത്രീ അധികാര സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും. സുസ്മിത, ഐശ്വര്യ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ്? ഐശ്വര്യ റായിന്റെ എല്ലാം വാർഡ്രോബ് എല്ലാം സ്പോൺസേർഡ് ആയിരുന്നു. ഞാനിങ്ങനെ പാവപ്പെട്ട ഒരു സാധാരണ എല്ലാ അമ്മമാരോടെല്ലാം ചോദിച്ചു പോയ കാര്യങ്ങളാണ്. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സച്ച് വെരി എസ്തെറ്റിക്കലി നമ്മൾ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. കുറച്ചും കൂടെ ഈ താരസംഘടന ആ ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചുകൊണ്ട് സുതാര്യമായിരിക്കും. ഞാനിവിടെ 6 വർഷം ഇരുന്നുണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ആയിട്ടും EC ആയിട്ടും. ഒരു പരാതിയും വന്നിട്ടില്ല. അപർണ, ഏത് മലയാളിയുള്ളത് ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ഇല്ല. ദൈവത്തോർത്ത് ഇറക്കി തരാം. ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പറാടാ, സൂപ്പർ. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ നമ്മളെല്ലാം ഏറെ ചർച്ച ചെയ്ത കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊലക്കേസിലെ എല്ലാ പ്രതികളെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്ന് 20-ാം വർഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്യുക ഒരു സംഭവമാണ്. എന്തായാലും
ഇതിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതിയെ ഉൾപ്പെടെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. CBIക്ക് ഈ കാര്യങ്ങൾ നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ അമ്മ 20 വർഷമായി നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. മകന് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. എന്തായാലും 20ാം വർഷം എത്തുമ്പോൾ ആ കേസിൽ മുഴുവൻ പ്രതികളും വിട്ടയക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ് ഈ ഫോർട്ട് സ്റ്റേഷനിലുണ്ടായിട്ടുള്ള ഈ ഉരുട്ടിക്കൊല കേസ്. എന്താണ് ഈ കേസ് എന്ന് നോക്കിയാൽ 2005 സെപ്റ്റംബർ 27 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് CIയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം ആണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത്. അത് മോഷ്ടിച്ച പണമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥരെത്തുകയും ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും മാരകമായ 3ാം മുറ പോലീസ് പ്രയോഗിക്കുകയുമായിരുന്നു. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും ഈ ഉരുട്ടി മുറ പ്രയോഗിക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. രാത്രി 8 മണിയോടെയാണ് ഉദയകുമാറിന്റെ ഈ മരണം സംഭവിക്കുന്നത്. SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്ത് പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റുകയും ചെയ്തു. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു എന്ന രേഖകൾ ഉണ്ടാക്കുകയാണ് പിന്നീട് ഇവർ ചെയ്തത്. എന്നാൽ ജനകീയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തു. അതിൻ്റെയൊക്കെ മുന്നണിയിൽ മകനു വേണ്ടി ഈ അമ്മയുടെ മുഖം നമ്മൾ എപ്പോഴും കണ്ടതാണ്. അങ്ങനെ ജനകീയ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് മരണത്തിന് ശേഷം 3ാം ദിനം RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവരുന്നത്. 2005 ഒക്ടോബർ 5 ഉരുട്ടിക്കൊല കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2007 ഒക്ടോബർ 17 അന്വേഷണം CBI ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറുന്നത് കേരളം കണ്ടു. 6 പ്രതികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത്. ഒരാൾ വിചാരണ വേളയിലും ഒരാൾ വിധി വന്ന ശേഷവും മരിച്ചിരുന്നു. വധശിക്ഷ വിധിച്ച ഒരാളാണ് ഈ വിധി വന്നതിന് ശേഷം മരണപ്പെട്ടത്. ക്യാൻസർ ബാധിച്ചായിരുന്നു ശ്രീകുമാറിന്റെ മരണം. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25 വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ അടക്കമാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് പ്രതികളെ വെറുതെ വിട്ടത്. കേസിന്റെ അന്വേഷണത്തിൽ CBIക്ക് വീഴ്ച പറ്റി എന്ന നിഗമനത്തെ തുടർന്നാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ ഉൾപ്പെടെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നത് നോക്കിയാൽ വിധിക്കെതിരെ അപ്പീൽ നൽകും എന്നതാണ് കുടുംബത്തിന് നിയമസഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെ പ്രതികരണം. വളരെ വൈകാരികമായാണ് ഈ പ്രതികരണങ്ങളൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകുന്നത്. നിസ്സഹായത പങ്കുവെച്ചും വളരെ വൈകാരികമായ പ്രതികരണവുമായി ഉദയകുമാറിന്റെ അമ്മ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് നമ്മൾ കണ്ടതാണ്. അമ്മ പ്രഭാവതിയുടെ ആ വിങ്ങിപ്പൊട്ടിയുള്ള പ്രതികരണം നമുക്ക് കേൾക്കാം. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം? ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അമ്മ ആരെ വല്ലതും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. വളരെ വൈകാരികമായ പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു, അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നതാണ് ആ അമ്മ വിങ്ങി പൊട്ടിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. എന്തായാലും ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ നിയമ പോരാട്ടത്തിന് വേണ്ടി 20 വർഷം മാറ്റിവെച്ച സ്ത്രീയാണ്. ഇനിയും മകന് നീതി കിട്ടാനായി നിയമ പോരാട്ടത്തിന് തയ്യാറാണ് എന്നതാണ് അവർ പറയുന്നത്. ആ പോരാട്ടത്തിന് വേണ്ടുന്ന പിന്തുണ നൽകും എന്നതാണ് ഉദയകുമാറിന് വേണ്ടി, ഉദയകുമാറിന്റെ നീതിക്ക് വേണ്ടി ആദ്യം മുതൽ നിന്നവർ ഉൾപ്പെടെ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. ഈ നിയമ പോരാട്ടം ഇനിയും തുടരും, നീതിക്കായുള്ള പോരാട്ടം തുടരും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ 25% പിഴ തീരുവ ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ 50%ത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ പകുതിയോളം തുക അധിക തീരുവയായി നൽകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പിഴ തീരുവ എന്ന ഗണത്തിൽപ്പെടുത്തി തന്നെയാണ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള ഇടപെടൽ ട്രംപ് നടത്തിവരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അവർക്ക് നൽകുന്ന യുദ്ധത്തിനുള്ള പ്രോത്സാഹനമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ നിർദ്ദേശം മറികടന്ന് ഇന്ത്യ അത്തരമൊരു നീക്കം നടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരമൊരു അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. പക്ഷേ അത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 9:30 മുതലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയ 25% പിഴ തീരുവ പ്രാബല്യത്തിൽ വന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് US സർക്കാർ പുറപ്പെടുവിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വഴി ആഭ്യന്തര സുരക്ഷാ വകുപ്പാണ് ഈ അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊരു മരവിപ്പിച്ച നിലയിലാണ് ഇപ്പോഴുള്ളത്. ഓഗസ്റ്റ് 25 നടക്കാനിരുന്ന പ്രതിനിധി സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അത് മരവിപ്പിക്കപ്പെട്ട നിലയിൽ നിൽക്കുകയും ഈ പിഴ തീരുവ ഏർപ്പെടുത്തിയത് ആ കൃത്യസമയത്ത് തന്നെ നടപ്പിൽ വരികയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ട്രംപ് ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. I'd like it to stop. I want to get it to stop. And it will not be a world war, but it will be an economic war. And an economic war is going to be bad. And it's going to be bad for Russia, and I don't want that. Now, I have to also see, because not everybody, Zelensky is not exactly innocent either, okay? It takes two people to tango, and I say it all the time. You got to get them together. I get along with Zelensky now, but we have a much different relationship because now we're not paying any money to Ukraine. Stop that. We're paying money to ourselves. What's happening is NATO is buying all of the equipment and paying in full. But even with that, forget about that. I want to get it stopped because it's a lot of lives that are being lost. റഷ്യ യുക്രൈൻ യുദ്ധം താൻ അധികാരത്തിലേറ്റാൽ 24 മണിക്കൂറിനകം അവസാനിപ്പിക്കുമെന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും അതിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇത് ട്രംപിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധം, സാമ്പത്തിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു സന്ദേശമാണ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് പോകില്ല, പക്ഷേ അതൊരു സാമ്പത്തിക യുദ്ധമായിരിക്കുമെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അത് ഇരു രാഷ്ട്രങ്ങൾക്കും പുറമെ അവരുമായി സഹകരിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേലും അത്തരത്തിലൊരു സാമ്പത്തിക യുദ്ധം ഏർപ്പെടുത്തുകയാണ് അമേരിക്ക. അതിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് ഇത്രയും 25% അധിക തീരുവ പിഴയായി ഈടാക്കാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന തീരുവ 50% തീരുവ എന്നത് അമേരിക്ക ഒരു രാഷ്ട്രത്തിന് ഏർപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന തീരുവയാണ്. ഇന്ത്യ കൂടാതെ ബ്രസീലിന് മാത്രമാണ് ഇത്രയും ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ അധിക തീരുവ ആ വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ GDP റേറ്റിൽ 1% കുറവ് സംഭവിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിൽ എന്നത് കരുതപ്പെടുന്നു. ഓഹരി വിപണികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ അധിക തീരുവ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചാഞ്ചാട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പോലും മുന്നോട്ട് പോവുക, ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ എത്തിയിട്ടുള്ള തീരുമാനം. നമ്മുടെ രത്നവ്യാപാരം, തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മേഖലയാണ് ഏറ്റവും കൂടുതലായി ഈ അധിക തീരുവ ബാധിക്കാനിരിക്കുന്നത്. ഈ കയറ്റുമതികളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. അതേസമയം ആഭ്യന്തര വിപണി കണ്ടെത്തിക്കൊണ്ടും മറ്റു രാഷ്ട്രങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ ഇതിനെ മറികടക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടിരുന്നു എന്ന അവകാശവാദം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത്
ട്രംപ് 4 തവണ ഇതിനോടകം ഇന്ത്യയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ മോദി ഫോണിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ടെലിഫോണിൽ കൂടി പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകൾക്കും ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അത് ശക്തമായ ഒരു സന്ദേശമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നും തീരുവ ഏർപ്പെടുത്തും എന്ന ഭീഷണിയിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു എന്നും ഒക്കെയുള്ള അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അധിക തീരുവ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാകാത്തത്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ട്രംപുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇന്ത്യ നിർത്തിവച്ചിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുമ്പോൾ അക്കാര്യം വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഇന്ത്യ ശക്തമായ ഒരു സന്ദേശം അമേരിക്കയ്ക്ക് നൽകുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന മേഖലകൾ, ഇതിനോടകം തന്നെ തിരുപ്പൂരിലും മറ്റുമൊക്കെയുള്ള തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കയറ്റുമതി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില കമ്പനികൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നും അത് അടച്ചുപൂട്ടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത്തരം സംരംഭങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് അവയെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുക, അവയെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക, മറ്റ് വിപണികൾ കണ്ടെത്തുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള മാർഗം. എന്തായാലും ഇന്ത്യ ഏതാണ്ട് 4.21 ലക്ഷം കോടിയുടെ ഇടപാടുകൾക്ക് ഈ തീരുവ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള കച്ചവടത്തിൽ അത്രയധികം 4.21 കോടി ഇടപാടുകളെങ്കിലും തീരുവ തിരിച്ചടിയാകും എന്ന് കരുതപ്പെടുന്നുണ്ട്. എന്തായാലും അത് ഏൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ രാജ്യം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ ആഘാതം ഇന്നു മുതൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് മറികടക്കുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. നമുക്ക് ഇനി മറ്റ് വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ കേസെടുക്കാൻ നീക്കം തുടങ്ങി പോലീസ്. കേസെടുക്കാനാകുമോ എന്ന് വിശദ പരിശോധന നടത്താൻ DGP നിർദ്ദേശം നൽകി. പരാതിക്കാരെ കണ്ടെത്താൻ ശ്രമം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. നടപടി പ്രതികളുടെ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള പശ്ചാത്തലത്തിൽ. ഷാഫി പറമ്പിലിനെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് CPM ഗുണ്ടകളുടെ കാടത്ത നടപടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം പോലീസ് നോക്കി നിന്നു. രാഹുൽ രാജിവെക്കാൻ ഷാഫിയെയാണോ തടയുന്നതെന്നും സണ്ണി ജോസഫ് ചോദിച്ചു. വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞതിൽ വിശദീകരണവുമായി DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതിൽ ഷാഫിക്ക് പങ്കുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. ആ അസ്വസ്ഥതയും പ്രതിഷേധവും ജനങ്ങൾക്കുണ്ട്. വടകരയിലെ സഖാക്കൾ സ്വാഭാവിക പ്രതിഷേധമാണ് നടത്തിയത്. പ്രകോപന രീതിയിൽ ഷാഫി ഇടപെട്ടതുകൊണ്ടാണ് DYFI പ്രതിഷേധിച്ചത്. DYFI തടയാൻ തീരുമാനിച്ചാൽ അത് ഇങ്ങനെയായിരിക്കില്ലെന്നും വസീഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ഒരു എഗ്രിമെന്റ് മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗുരുതരമായ ആരോപണമുണ്ടായിട്ടും കൃത്യമായ നടപടിയില്ലെന്നും വി ശിവൻകുട്ടി. വടകരയിൽ ഷാഫിക്കെതിരെ DYFI നടത്തിയ സമരത്തിനെതിരെ നാളെ വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. DYFIയുടേത് സമരാഭാസമായിരുന്നു. ഷാഫിക്കെതിരായി ഉപയോഗിച്ചത് മോശം പദങ്ങൾ. പോലീസിന്റെ മൗനാനുവാദത്തോടെയാണ് സമരം നടന്നതെന്ന് K പ്രവീൺകുമാർ. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഇനി സബ്ജക്ട് കമ്മിറ്റി പോകും. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം യാഥാർത്ഥ്യമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റ് ജീവനോപാധികൾക്കും അനുവദിക്കും. GST പരിഷ്കരണത്തിൽ ആശങ്കകൾ പങ്കുവച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി നിശ്ചയിച്ചത്. ശബരിമല രാജ്യത്തിന് തന്നെ മാതൃകയായ ആരാധനാ സ്ഥാനം. ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിരട്ടലുമായി വരേണ്ട. അതുകൊണ്ട് പരിപാടി നടക്കാതിരിക്കില്ലെന്ന് മുഖ്യമന്ത്രി.
പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളെന്ന് രമേശ് ചെന്നിത്തല. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കമ്മീഷൻ സർക്കാരുകളാണ്. മന്ത്രിമാരും പ്രമുഖ നേതാക്കളും കുടുംബാംഗങ്ങളും കമ്മീഷൻ ഗുണഭോക്താക്കളെന്നും ഇത് അടിമുടി അഴിമതി സർക്കാരെന്നും രമേശ് ചെന്നിത്തല. സായന സവാരിയിലേക്ക്. കാഴ്ചകളുടെ അക്ഷയഖനിയാണ് പാലക്കാട്. അതിൽ ഇതിഹാസം ഒന്നേയുള്ളൂ, OV വിജയൻ ഖസാക്കാക്കി മാറ്റിയ തസ്രാക്ക്. കഥയും കഥാപാത്രങ്ങളും അദൃശ്യ സാന്നിധ്യമായി ജീവിക്കുന്ന തസ്രാക്കിലേക്കുള്ള ഓരോ യാത്രയും ആ കഥാകാരനിലേക്കുള്ള മടക്കയാത്രകളാണ്. കരിമ്പനകളുടെ നാട്ടിൽ ഇതിഹാസം തേടിയുള്ള ആ ഒരു യാത്രയിലേക്ക്. ഖസാക്കിലെ നാട്ടുവഴികൾ, വരികൾക്കിടയിലൂടെ എന്ന പോലെ ഒരു യാത്രാനുഭവം. കൂമൻകാവിൽ രവി ബസ്സിറങ്ങിയിടത്ത് പ്രതാപിയായ ആ ആൽമരം, അരയാലിലകളിൽ താളമിട്ട് പതിഞ്ഞു വീശുന്ന കാറ്റ്, ഇതിഹാസം പിറന്ന മണ്ണിന്റെ മണവും പരിസരങ്ങളും കാഴ്ചകളാലും കാഴ്ചക്കാരാലും എന്നും സമൃദ്ധമാണ്. OV വിജയൻ സ്മാരകമെന്ന എഴുത്തുവഴിയിലൂടെ കുറച്ചു ദൂരം മുൻപോട്ട് രാഘവൻ നായരുടെ കളപ്പുര ആകെ മാറിയിരിക്കുന്നു. OV വിജയൻ വരച്ച കാർട്ടൂണുകൾ, ഓർമ്മചിത്രങ്ങൾ, ലൈവ് തിയേറ്റർ, അള്ളാപ്പിച്ച മുല്ലാക്കയും കുഞ്ഞാമിനിയും മൈമുനിയും തുടങ്ങി OVയുടെ കഥാപാത്രങ്ങളെല്ലാം മിഴിവോടെ ജീവസുറ്റ ശില്പങ്ങളായി ശില്പവനത്തിൽ. പണ്ടുപണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുൻപ് ഒരു സായാഹ്നത്തിൽ 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങിയ സ്വപ്നങ്ങളുടെ ആ താഴ്വര. മഴ പെരുവിരലിനോളം ചുരുങ്ങിയ ആ രാത്രിയിൽ സർപ്പദംശനമേറ്റ രവി മടക്കയാത്രയ്ക്ക് കാത്തുകിടന്ന ആ ഭൂമിക. ജന്മാന്തരങ്ങളുടെ ഇളംവെയിലും പ്രതികാരത്തിന്റെ സൂര്യനും വെളുത്ത മഴയും നെൽവയലുകളിലൂടെ കരിമ്പനകളെ ഉലച്ചെത്തി വരിഞ്ഞു മുറുക്കുന്ന വശ്യതയുടെ കാറ്റും. സായാഹ്നയാത്രകളുടെ അച്ഛ വിട തരിക. മന്ദാരത്തിന്റെ ഇലകൾ ചേർത്തു തുന്നിയ പുനർജനിയുടെ ഈ കൂടുവിട്ട് പുതിയ ജീവബിന്ദുക്കൾ തേടി യാത്ര തുടരാം. തസ്രാക്കിലേക്ക് ആ കഥാപാത്രങ്ങളെ തേടി കഥാകാരനിലേക്കൊക്കെ യാത്ര നടത്തിയത് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് കോങ്ങാടാണ്. ഈ കാഴ്ചയോടുകൂടി തന്നെ ഇന്നത്തെ നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.